കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് രോഗം ബാധിച്ചത്. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. അരവിന്ദൻ, നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള വളാഞ്ചേരി സ്വദേശിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവർ പനിയും അതുപോലെ തന്നെ ചുമയും ബാധിച്ച് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗം മാറാത്തതിന് കഴിഞ്ഞ ദിവസമാണ് സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി ലാബിലേക്കും പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലേക്കും അയച്ചത്. ഈ രണ്ട് പരിശോധന ഫലങ്ങളും പോസിറ്റീവ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൽ 2025 ആദ്യമായാണ് ഇത്തരത്തിൽ മലപ്പുറത്ത് രോഗം സ്ഥിരീകരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം 2 പേർക്ക് നിപ്പ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വീട്ടില് കോഴികൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ കോഴികൾ ചത്തിരുന്നു. ഇതെല്ലാം ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്, ഏത് തരത്തിലാണ് രോഗം ബാധിക്കാനിടയായത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായി മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കളക്ടറേറ്റ് മീറ്റിംഗ് അടുത്ത സമയത്തിനകം ആരംഭിക്കും. ഇതിനുശേഷം മന്ത്രി മാധ്യമങ്ങളോട് കാണുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും യുവതിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജെനി. അരവിന്ദൻ, അതുപോലെ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ? വളാഞ്ചേരിയിൽ നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് ചില സമീപനങ്ങൾ, കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുക, അതേസമയം തന്നെ യുവതിയുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധം പുലർത്തിയ ആളുകളെ കണ്ടെത്തുക, ഇത്തരം നടപടിക്രമങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്ത് ബോധവൽക്കരണത്തിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷമാണ് കൂടുതൽ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കുമെന്നുള്ളത് വ്യക്തമാവുക.